ആകാശത്ത് പറവകളെപ്പോലെ പറക്കുന്നതിനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തിന് ചിറകുമുളച്ചത് ഹോട്ട് എയർ ബലൂണിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ്. 1783 മോൺഗോൾഫിയർ സഹോദരന്മാർ ആദ്യമായി ഒരു ഹോട്ട് എയർ ബലൂൺ നിർമ്മിക്കുന്നത്. ചൂടുള്ള വായുവിന് ഭാരം കുറയുകയും അത് മേലോട്ടുയരുകയും സാധാരണമാണല്ലോ. ഈ തത്വം മനസ്സിലാക്കിയിരുന്നവർ ചൂടുള്ള വായു ഒരു വലിയ ബലൂണിൽ നിറച്ച് പരീക്ഷണം നടത്തി നോക്കി. അത് മേലോട്ടുയരുന്നത് അവരെ അത്ഭുതപ്പെടുത്തി. 33 അടി വ്യാസമുള്ള കടലാസും തുണിയും ഉപയോഗിച്ച് ഇവർ തയ്യാറാക്കിയ ബലൂൺ ഏകദേശം 3000 അടി ഉയരുകയും 3.2 കിലോമീറ്റർ സഞ്ചരിച്ച് താഴെ വീഴുകയുമാണ് ഉണ്ടായത്. ആദ്യം ആകാശത്ത് യാത്ര നടത്തിയവർ ആരായിരുന്നെന്നോ? ഒരു ആടും ഒരു കോഴിയും ഒരു താറാവുമായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനത്തോടുകൂടി ജർമ്മനി രണ്ടായി വിഭജിക്കുകയും ഈസ്റ്റ് ജർമ്മനി റഷ്യയുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്തു. പടിഞ്ഞാറൻ ജർമ്മനി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് മുതലായവയുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്തു. ക്രമേണ കിഴക്കൻ ജർമ്മനിയിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് ഒളിച്ച് പോയി തുടങ്ങി. ഇതിന് വിഘാതമായി നിന്നത് കുപ്രസിദ്ധമായ ബെർലിൻ വാളാണ്. ബെർലിൻ വാൾ 155 കിലോമീറ്റർ നീളം ഉള്ളതായിരുന്നു. അത് കടക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുകയായിരുന്നു കിഴക്കൻ ജർമ്മനിയിലെ അധികാരികൾ ചെയ്തത്. 2 കുടുംബത്തിലെ 8 പേർ ഒരു വലിയ ബലൂൺ ഉണ്ടാക്കി അതിൽ കയറി രാത്രിയുടെ മറവിൽ പശ്ചിമ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു. ഇത് 1961 ചരിത്രത്തിലെ വലിയ ഒരു സംഭവമായി ഇതിനെ വിശേഷിക്കുന്നു.